സാമ്പത്തിക തട്ടിപ്പുകൾക്ക് വഴിയൊരുക്കുമെന്ന കണ്ടെത്തലില് ആപ്പിള് അവരുടെ ആപ്പ് സ്റ്റോറിൽ നിന്ന് 14 ക്രിപ്റ്റോകറൻസി ട്രേഡിംഗ് ആപ്ലിക്കേഷനുകൾ അടിയന്തരമായി നീക്കം ചെയ്തു. വിദേശ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആപ്പുകൾക്കെതിരെ ഗൂഗിള് കർശന നടപടി സ്വീകരിച്ച് പ്ലേ സ്റ്റോറിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാത്ത 17 ആപ്പുകൾ നീക്കം ചെയ്തതിനു പിന്നാലെയാണ് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഈ ആപ്പുകൾ നിരോധിക്കാൻ ആപ്പിളും തീരുമാനിച്ചത്. ഈ ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമുകള് നിയമപരമായ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചിരുന്നതെന്നും ഇത് നിക്ഷേപകരെ അപകടത്തിലാക്കുമെന്നും ദക്ഷിണ കൊറിയൻ ഫിനാൻഷ്യൽ സർവീസസ് കമ്മീഷൻ (FSC) കണ്ടെത്തിയിരുന്നു. ഈ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഐഫോൺ ഉപയോക്താക്കൾക്ക് സ്വകാര്യ വിവരങ്ങൾ ചോർത്തപ്പെടാനും തട്ടിപ്പ് നിക്ഷേപ പദ്ധതികൾ മൂലം പണം നഷ്ടപ്പെടാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. 17 വിദേശ എക്സ്ചേഞ്ചുകൾ ഉൾപ്പെടെ 22 ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ FSC നിയമ നടപടി സ്വീകരിച്ചു. ദക്ഷിണ കൊറിയയിൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ നിയമപരമായ ലൈസൻസുകളില്ലാതെ ഗൂഗിള് പ്ലേ സ്റ്റോറിലും ആപ്പിള് ആപ്പ് സ്റ്റോറിലും ഈ ആപ്ലിക്കേഷനുകൾ ലഭ്യമാണെന്ന് ദക്ഷിണ കൊറിയൻ ഫിനാൻഷ്യൽ സർവീസ് കമ്മീഷൻ പറയുന്നു. അതേസമയം ദക്ഷിണ കൊറിയയുടെ നടപടിക്ക് മുമ്പ് തന്നെ ഈ ആപ്ലിക്കേഷനുകളിൽ പലതും ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു എന്നതാണ് ശ്രദ്ധേയം. നിരോധിത ആപ്ലിക്കേഷനുകളുടെ പട്ടികയിൽ ബിനാൻസ്, കൊക്കോയിൻ, ഹുബോയി, ഹോബി, ക്രാക്കൻ, ഗേറ്റ്.io, ബിറ്റ്സ്റ്റാമ്പ്, MEXC ഗ്ലോബൽ, ബിട്രെക്സ്, ബിറ്റ്ഫിനെക്സ് തുടങ്ങിയവ ഉൾപ്പെടുന്നു. ഈ പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയിലെ ഗൂഗിള് പ്ലേ സ്റ്റോറിലും ആപ്പിള് ആപ്പ് സ്റ്റോറിലും ലഭ്യമല്ല. ലൈസൻസ് ഇല്ലാത്ത ഈ ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ട സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് ദക്ഷിണ കൊറിയൻ FSC കർശനമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിക്ഷേപകരുടെ സ്വകാര്യ വിവരങ്ങൾ ചോരുന്നതിന്റെ വലിയ അപകടസാധ്യത റെഗുലേറ്ററി ബോഡി വ്യക്തമാക്കുന്നു. കൂടാതെ ഈ ആപ്പുകൾ വഴി നടത്തുന്ന നിക്ഷേപങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്കകളും നിലവിലുണ്ട്.